കപ്പൽ തീപിടുത്തം തീരദേശ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കി കോസ്റ്റൽ പോലീസ്. കോഴിക്കോട് തീരമേഖലയിൽ റെസ്ക്യൂ ബോട്ടിൽ പരിശോധന നടത്തി. സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാൻ കളക്ടർ ജില്ലാതല പൊല്യൂഷൻ റെസ്പോൺസ് ടീമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരമേഖലയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കണ്ടാൽ കോസ്റ്റൽ പോലീസിനെ വിവരമറിയിക്കണമെന്നാണ് നിർദ്ദേശം. ഇവ സ്പർശിക്കരുത്. നിരീക്ഷണത്തിന്റെ ഭാഗമായി കോസ്റ്റൽ പോലീസ് തീരമേഖലയിൽ റെസ്ക്യൂ ബോട്ടിൽ പരിശോധന നടത്തി. വടകര ചോമ്പാല കേന്ദ്രീകരിച്ച് തീരദേശ പോലീസിന്റെ റെസ്ക്യൂ ബോട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഫിഷറീസിന്റെ കീഴിലുള്ള റെസ്ക്യൂ ബോട്ടും ഇവിടെ സജ്ജമാണ്. അപകടം നടന്ന അന്നേ ദിവസം തന്നെ കടലോര ജാഗ്രതാ സമിതി പോലുള്ള തീരദേശ സംരക്ഷണ സമിതികളൊക്കെ വിളിച്ചു ചേർക്കുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസ് എല്ലാ ദിവസവും ബോട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. തീരദേശത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലിൽ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകളോ അങ്ങനെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ തീരദേശ പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയും അതിനൊക്കെ അടുത്തോട്ട് പോകരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനമായതിനാൽ ചെറുകിട വള്ളങ്ങളിലെ തൊഴിലാളികൾ മാത്രമാണ് മത്സ്യബന്ധന രംഗത്തുള്ളത്. മലിനീകരണ സാധ്യത കണക്കിലെടുത്ത് ജില്ലാതല പൊല്യൂഷൻസ് റെസ്പോൺസ് ടീമിന് സജ്ജമായിരിക്കാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ തീരദേശ ശുചീകരണത്തിനും മറ്റും ഏകോപനം ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും കളക്ടർ അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.